ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ 1.5 മാസം വെക്കേഷന് ശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ വീട്ടിൽ വീട് പണി നടക്കുകയാണ് ഗൈസ്. താഴത്തെ ഫ്ലോർ കഴിഞ്ഞിട്ട് മുകളിലേക്ക് രണ്ടാമത്തെ നിലയിട്ട് എടുക്കുകയാണ്. അതേപോലെ അപ്പോൾ ഞങ്ങൾ കുറേ കാലമായി ഇപ്പം അങ്ങോട്ട് പോയിട്ട് 1.5 മാസത്തോളമായി. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോന്നപ്പോൾ പകുതി വഴി എത്തിയപ്പോൾ കുട്ടികളൊക്കെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ബനാവിൽ കയറി. പാണ്ടിക്കാട് ഈ അവിൽ മിൽക്കിൻ്റെ ഷോപ്പ് വന്നിട്ട് 5-6 മാസമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് കയറി നോക്കിയിട്ടില്ല കേട്ടോ. അവിടെ പോയി ഒരു മെനു കാർഡ് തന്നപ്പോൾ തേജോട്ടിന് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോന്നും തൊടുന്നുണ്ട്. പക്ഷേ എനിക്കും ആൾട്ടിക്കും വേണ്ടിയിട്ടൊരു ബട്ടർ സ്കോച്ചിൻ്റെ അവിൽ മിൽക്കും തേജോട്ടിന് ഒരു ക്യാൻഡി ക്രഷിൻ്റെ അവിൽ മിൽക്കും പറഞ്ഞു കേട്ടോ. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൈസ് 50ഓളം ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ അവിടെ അവിൽ മിൽക്കുള്ളത്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ തേജോട്ടും ഇങ്ങനെ കൊട്ടിപ്പാടാനൊക്കെ തുടങ്ങി. അത് കേട്ടാൽ തോന്നുന്നു അവർ 2 മിനിറ്റ് കൊണ്ട് വേഗം കൊടുന്നു വന്നു. ഫൈനലി ഞങ്ങൾ ഐറ്റം എത്തി. ഇനി എന്താണ് എൻ്റെ തോന്നുന്നത് എന്ന ഭാഗത്തോടെ തേജുട്ടനും മാളൂനും നോക്കി. കാരണം തേജുട്ടൻ്റെ ഇതിലെ കുടയാണ് മാൾട്ടിയെടുത്തത്. മാളൂന് ഐസ്ക്രീമിനേക്കാൾ ഇഷ്ടമായത് കുടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ നേരമായിട്ട് അത് കഴിക്കാതെ അവിൽ മിൽക്ക് അടക്കം കഴിക്കാതെ അവൾ ആ കുടയമ്മ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരം അത് കുത്തിപ്പറിച്ചുകൊണ്ട് നിന്ന് പിന്നെ അതിൻ്റെ ആഗ്രഹം മാറിയപ്പോൾ അത് അവിടെ മാറ്റി വെച്ച് അവൾ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഇതുവരെ കഴിച്ച അവിൽ മിൽക്കിനേക്കാളും നല്ല രസമുള്ള അവിൽ മിൽക്കായിരുന്നു. അത് ഞങ്ങളെ വയറ് നന്നായിട്ടാണ് ഫില്ലായി. വയറ് നിറഞ്ഞതിനേക്കാൾ കൂടുതൽ മനസ്സും അങ്ങ് നിറഞ്ഞു അതിൻ്റെ ബില്ല് കണ്ടപ്പോൾ ഗൈസ്. പിന്നെ തേജുട്ടനാണെങ്കിൽ അവിടെയുള്ള പാട്ട് കേട്ടിട്ട് ഡാൻസും കളിയായിരുന്നു കേട്ടോ. കഴിക്കുന്നതിനോടൊപ്പം ഡാൻസും. തേജുട്ടൻ്റെ കോപ്രായങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ കുറേ നേരം ഡാൻസും കളിച്ച് അത് അവൻ എടുത്തത് മൊത്തം ഫില്ല് ചെയ്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ബില്ലും കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് കുറച്ച് നേരം ഒന്ന് പോയപ്പോഴേക്കും ഞങ്ങൾ ടൗണിലെത്തി. കുറേ കാലത്തിന് ശേഷം ടൗണിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അതായത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ അങ്ങാടിയിലൂടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്കും അങ്ങനെയല്ലേ? എനിക്കും അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഇറങ്ങിയതുകൊണ്ട് അവിടെ എൻ്റെ വീട്ടിലും വീട് പണിയാണ്. അതേപോലെ തന്നെ ഏട്ടൻ്റെ വീട്ടിലും വീട് പണിയാണ്. ഏട്ടൻ്റെ വീട്ടിൽ റിനോവേഷനാണ് കേട്ടോ. കാരണം പഴയ വീടായിരുന്നു, അത് പുതുക്കി പണിയതാണ് ഇപ്പോഴത്തെ മോഡലിൽ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ വീട് ആകെ മാറിയിരുന്നു കേട്ടോ. പെയിൻ്റൊക്കെ അടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോയൊരു വീടേ അല്ല, മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എന്തൊരു രസമാണെന്നറിയാം. ഞങ്ങളവിടെ നിർത്തിയപ്പോൾ വീട് ആകെ ടോട്ടലി മാറിപ്പോയി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.